ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു എന്നിവരെ, മുൻ ദേവസ്വം കമ്മീഷണർ KS ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ അറസ്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ, സ്വർണ്ണമോഷണ കേസിലാണ് ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് എത്രാമത്തെ പ്രതിയായിട്ടാണ് എൻ വാസുവിനെ ചേർത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട്, ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? അനു, ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ടാമത്തെ കേസിൽ മൂന്നാമത്തെ പ്രതിയായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കട്ടളപ്പാളികൾ മോഷണം പോയ കേസിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി അവിടെ നിന്നും ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി. കാരണം ഈ നേരത്തെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകുന്നതിന് ഗൂഢാലോചന നടത്തിയത് നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള, സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് എങ്കിൽ ഈ പറയുന്ന കട്ടളപ്പാളികളിലെ സ്വർണം കൊണ്ടുപോകുന്ന ഗൂഢാലോചനയിൽ പ്രവർത്തിച്ചത് അത് എൻ വാസുവാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ഈ നേരത്തെ പ്രത്യേക ശുപാർശകളൊന്നുമില്ലാതെ ദേവസ്വം ബോർഡിലേക്ക് ആദ്യമായി ഈ സ്വർണ്ണപ്പാളികൾ, കട്ടളപ്പാളികൾ, അറ്റകുറ്റപ്പണികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടാം എന്ന് ശുപാർശ നൽകിയത് എൻ വാസുവാണ്. അങ്ങനെ ഒരു ശുപാർശ നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് കൊടുത്തുവിടുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിനായി തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നടക്കമുള്ള വലിയ കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും കൃത്യമായ ഒരു മറുപടി എൻ വാസുവിന് നൽകാൻ വേണ്ടി കഴിയുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ വാറന്റ് ലഭിക്കും, അതുകൊണ്ടാണ് ഇതും കൂടെ അവിടെ തന്നെ ചെയ്യാമല്ലോ എന്ന് കരുതിയത് എന്നുള്ള മറുപടിയാണ് എൻ വാസു നൽകുന്നത്. പക്ഷെ അങ്ങനെ ഒരു മറുപടി കൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും അന്വേഷണ സംഘം മൊഴികൾ ചോദ്യം ചെയ്തതും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നതും. ലക്ഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. അനു, ഇതിനകത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോഴും ഈ എൻ വാസു അടക്കമുള്ളവർ അറസ്റ്റിലാകും എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ ഒരു ആലോചനയിൽ ഉണ്ടായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലമായ വിവരങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ? അനു, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൻ്റെ ഒരു ഗൗരവം കൂടുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ പരാമർശം എന്തായിരുന്നു? അത് അന്താരാഷ്ട്ര ഈ വിഗ്രഹമോഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം വലിയ കടത്തു സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ? മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഈ പറയുന്ന വിദേശയാത്ര അടക്കം അന്വേഷണം സ്വാഭാവികമായും പരിശോധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു വലിയ ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് അവർ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയാണോ, എങ്ങനെയാണ് അവരൊക്കെ ഇതിൽ പങ്കാളികളായത് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അവിടെയാണ് ഈ എൻ വാസുവിനും മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരുമ്പോഴെങ്കിലും ഇതിൻ്റെ അളവ് ഇത്രയും ഇല്ലല്ലോ എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അവർ എന്തുകൊണ്ട് വളരെ കൃത്യമായി അക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയില്ല, മഹസർ എഴുതുന്നതിൽ ഉൾപ്പെടെ ആ വീഴ്ച എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷ്മി, നിർണായകമായ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അനു, SITയുടെ അടുത്ത നീക്കങ്ങൾ എന്താണ്?
ആരിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അവരുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ലക്ഷ്മി, ഇനി സ്വാഭാവികമായും ഈ കേസിലെ മറ്റു പ്രതികൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽകുമാർ, ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അതുകൂടാതെ 2019 ഭരണസമിതി എങ്ങനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ ജയശ്രീയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ജയശ്രീയുടെ മൊഴിയെടുപ്പും മറ്റ് നടപടികളും ഉണ്ടാകൂ. അതേസമയം ഈ പറഞ്ഞ സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തലായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വാസുവിന്റെ അറസ്റ്റ്, വാസുവിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ. ആ ചോദ്യത്തിൽ നിന്നും ആരിലേക്കാണ് ഈ ലിങ്ക് നീങ്ങുന്നത് നോക്കും. ഈ കേസ് തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോട്ടീസ് നൽകി മൊഴിയെടുപ്പിന് വേണ്ടി വിളിപ്പിക്കുന്നു, വിശദമായ മൊഴിയെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി മുരാരി ബാബുവിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നു, വിശദമായ മൊഴിയെടുക്കുന്നു, അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നു, മൊഴിയെടുക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു പാറ്റേണിലാണ് അന്വേഷണം പോകുന്നത്. അതായത് ആ ഫയൽ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു, സമാനമായ രീതിയിലാണ് ഇപ്പോൾ ആ അറസ്റ്റിന്റെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും മറ്റു 4 അറസ്റ്റുകളും പോലെ അല്ല എൻ വാസുവിന്റെ അറസ്റ്റ്. എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. പൊളിറ്റിക്കൽ നോമിനേഷനാണ് എന്ന് നമുക്കറിയാം. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സർക്കാർ കൂടി പരോക്ഷമായി പ്രതിപട്ടികയിലേക്ക് വരുന്നു, പ്രതിക്കൂട്ടിലാകുന്നു ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ള ഒരു കാര്യം കൂടിയില്ലേ? സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നു എന്ന് നമുക്ക് പറയാൻ ഏത് ഘട്ടത്തിലാണ്. കാരണം അങ്ങ് ഹൈക്കോടതി പോലും ആ തരത്തിലൊരു പരാമർശം അതല്ലെങ്കിൽ മുകളിലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, എൻ വാസുവിൻ്റേത് രാഷ്ട്രീയ നിയമനമാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ നിയമനത്തിൽ എൻ വാസുവിന് പങ്കുണ്ട്. എൻ വാസു പ്രതിയായിരിക്കുമ്പോൾ അവിടെ മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അവർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും. കാരണം എൻ വാസു ദേവസ്വം കമ്മീഷണർ ആവുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എൻ വാസുവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ ആരാണ്? എൻ വാസുവിനെ അന്ന് നിയമിച്ചത് ആരാണ്? പക്ഷേ ആ നിയമിച്ചത് കൊണ്ട് എൻ വാസു നടത്തിയൊരു കൊള്ളയ്ക്കും അവർ ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് പ്രതിക്കൂട്ടിലേക്ക് പോകുന്നതല്ല. പക്ഷേ ആ ധാർമ്മികമായ ഉത്തരവാദിത്വം അത് അന്നത്തെ 2019 സർക്കാരിനും അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. സ്വാഭാവികമായും അവർ അതിന് മറുപടി പറഞ്ഞേ മതിയാകും. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ നേരത്തെ ഗ്രാവിറ്റി കൂടുകയാണ്. കൂടുതൽ ഈ പറയുന്ന പ്രത്യേക ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് എൻ വാസുവിനെ പോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിലേക്ക് അറസ്റ്റ് നീങ്ങുമ്പോൾ ഇനി ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ സ്വർണം കവർച്ച ചെയ്തതിൽ മറ്റാർക്കെങ്കിലും ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ വളരെ നിർണായകമായ ഒരു അറസ്റ്റ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ലക്ഷ്മി, അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.